ചക്കരക്കുട്ടി എത്തിയാണ് നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ വൈദേഹി കുട്ടി. വെൽക്കം വൈദേഹി ഓൺ സ്റ്റേജ്. രണ്ടുപേരും മാച്ചാണ്. വൈദ്യകുട്ടി, നമ്മൾ മൂന്നുപേരും ആരും ഏഞ്ചൽസ് ആണോ? അപ്പൊ ഇവർ രണ്ടുപേരും ഈ ഏഞ്ചൽസിന്റെ ഇടയില് പിശാചി. ഞങ്ങള് എന്താണ് പറയൂ. ചേർച്ചയാണല്ലോ. പിള്ളേർക്ക് വരെ അറിയാം. എപ്പോഴും വിരുദ്ധ ശക്തികളാണ് മോളെ ചേരുന്നതെന്നാണ് കൂള് പറയുന്നത്. മോളെ ഏത് പാട്ടാ പാടുന്നേ? കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായിടും. ഞാൻ ഇത് കഥ പാട്ടാക്കിയതാ. ചെന്നായിന്റെ കഥ പാട്ടാക്കി. പാട്ടാക്കി അതിനകത്തൊരു രീതിയിൽ അവതരിപ്പിച്ചു. ഇതാരും ഡയറക്റ്റ് എന്നറിയോ? നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട എന്റെ സ്വന്തം ബ്രദർ, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ഹനീഫ. ഇക്കെയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വാത്സല്യം. എത്ര മനോഹരമായിട്ടുള്ള പടങ്ങളാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ട്, ഒത്തിരി പ്രോഗ്രാംസിന്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന മമ്മൂട്ടി, ഉർവശി, ലിസി. ഏത് സിനിമയാണ്? ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്ക്. വെരി ഗുഡ്. അപ്പൊ ബാക്കി മ്യൂസിക്? പിന്നെ മ്യൂസിക് ശ്യാം സാറ്. ആ, ഉഗ്രം അത് പാട്ടല്ലേ. ഓർക്കാൻ എളുപ്പമല്ലേ അല്ലേ? പിന്നെ അടുത്തത് എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പൂവച്ച. ഇനി മൊത്തം ഒന്ന് പറയാം. പൂവച്ചൽ ഖാദ. പൂവച്ചൽ അങ്കിള് അങ്ങനെ പറഞ്ഞു. പാടിയത് പി ജയചന്ദ്രൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ഓക്കെ. ചക്കരെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വൈദേഹി കുട്ടി, ആ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം സച്ച് എ മെച്ചുവേർഡ് സീൻ. കാരണം ഒരു 24-25 വയസ്സായിട്ടുള്ള ഒരു പ്ലേബാക്ക് സിംഗർ പാടുന്ന അത്ര പെർഫെക്ഷനോട് കൂടിയാണ്. ആ അനുബലിയിലൊക്കെ ഉള്ള സംഗതികളല്ലേ നിങ്ങളൊക്കെയാണ് പറയേണ്ടത്. കാരണം നിങ്ങളൊരു നല്ല കൈഡി കൊടുത്തെന്ന് നോക്കട്ടെ. താങ്ക് യു. കാരണം പണ്ട് മദ്രാസിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം ചോദിക്കുന്ന ഒരു പാട്ടുകാരൻ വന്ന് പാടിക്കഴിഞ്ഞാൽ മ്യൂസീഷ്യൻസിൻ്റെ അടുത്താണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും ரொம்ப நல்லா இருக்கு, അവർ നന്നായി പാടിയിരിക്കുന്നവർ. അപ്പോഴാണ് നമുക്കൊരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ ഒരു എൻട്രി കിട്ടുന്നത്. മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കാരണം മോൾ ഇതുപോലെ തന്നെ പാടി പോണം. പാട്ട് എന്നും മോള് 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നീ അങ്ങ് ഉന്നതങ്ങളിലെത്തും, യാതൊരു സംശയമില്ല. എനിക്ക് ആ പാരിൻ്റെ ഉള്ളം പാലാഴിയാകും അവിടെ ഒന്ന് പാടിക്കും പ്ലീസ്, എനിക്ക് വേണ്ടി കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പാരിന്റെ ഉള്ളം പാലാഴിയാകും പാതിരാവും നീഹാരം നീന്തി മേഘങ്ങൾ താഴും നീലരാവും പാരിന്റെ ഉള്ളം പാലാഴിയാകും പാതിരാവും നീഹാരം നീന്തി മേഘങ്ങൾ താഴും നീലരാവും ഇടയന്റെ പാട്ടൊന്നു കേട്ടോ പോലും അതു കേട്ടു ചെന്നൈ നടുങ്ങിപ്പോലും വഞ്ചിച്ചു വാഴാൻ ആവാതെ പിന്നെ മർത്യന്റെ ഉള്ളിലൊളിച്ചു പോലും കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായേതോ കുന്നിന്മേൽ പണ്ടു കഴിഞ്ഞുവല്ലോ എല്ലാ മൃഗങ്ങൾക്കും ചങ്ങാതിയായി ഒന്നല്ല രണ്ടല്ല പല പല ദിവസം പല പല ദിവസം. ചക്കര മോള്, ചക്കരേ. ഒരു രക്ഷയില്ലേ. ഓ വൈദേഹിക്കുട്ടി, എന്താ ഞാൻ ഈ കേക്കണത്? ശോ, എനിക്ക് വയ്യ. അത് ആ സംഗതികൾക്കൊക്കെ എന്റെ ചേട്ടാ എന്തൊരു പെർഫെക്ഷൻ അല്ലേ. ആ കേട്ടിരുന്നു പോയിട്ടോ. ഇത് ആ 2 ദിവസമേ ആയുള്ളൂ ഇത് ഓ പഠിക്കാൻ 2 ദിവസം കൊണ്ട് കൊച്ചു പഠിച്ചു. 2 ദിവസം കൊണ്ട് ഈ കുഞ്ഞ് പഠിച്ചിരിക്കുക. ഒരു 25-30 ദിവസം പഠിച്ചതിന്റെ എഫക്റ്റ് ഉണ്ട് പാട്ടിൽ. ഇത് ബാക്കി എല്ലാ ഗ്രൂമേഴ്സും എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം പാടി പാടി കിട്ടുന്നേ ഉണ്ടായിട്ട. ഓഹോ. പിന്നെ ഇന്നലെ ശ്യാം സാറില്ലേ, ആ ശ്യാം സാറ് പഠിപ്പിച്ചു എല്ലാം കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു. correct ആയിട്ട് പഠിച്ചു. പിന്നെ അനുപല്ലവി കിട്ടുന്നുണ്ടായിട്ട. കിട്ടുന്നില്ല. ആ എന്നിട്ട് ചരണമാകുമ്പോ എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് വന്നു. Correct. എന്നിട്ട് ശ്യാം സാറ് പറഞ്ഞു എന്നാ മോൾ ഇതേപോലെ ആ അനുപല്ലവി ഒന്നും പാടുന്നു. അതെ. എന്നിട്ട് അതും പാടി. അപ്പൊ എല്ലാം പെർഫെക്റ്റ്. ശ്യാം സാറിന്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ മോള്? ആ അപ്പൊ ശ്യാം സാറിന് വലിയൊരു കൈയടി. ശ്യാമപ്രസാദിനൊരു വലിയ കൈ. ചക്കര മുത്തേ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് കലക്കിട. നീ നേരത്തെ സാർ ഇത്ര നല്ലൊരു ബ്ലെസ്സിങ്ങും കിട്ടിയില്ല. ഇത്ര വലിയൊരു എന്താ പറയാ, വലിയ നിലയിലെത്തണം എന്നൊക്കെ നാവ് പൊന്നാവട്ടെ എന്നേ പറയാനുള്ളൂ. അങ്ങനെ തന്നെ ആവട്ടെ. നമുക്കൊക്കെ ഭാവിയിൽ അഭിമാനിക്കാൻ പറ്റിയ വലിയൊരു സിംഗറായി വരട്ടെ. കലക്കിട ചക്കരെ ഉമ്മ. മോളല്ലേ കംപ്ലൈന്റ് പറഞ്ഞേ ഞാൻ മാർക്ക് തരുന്നില്ല എന്ന്? എത്ര മാർക്ക് വേണം? നിങ്ങളുടെ ഇഷ്ടം. ഐ എം ഗിവിംഗ് യു 100 out of 100. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ. താങ്ക് യു. സന്തോഷമായോ? പുതിയ നീ കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ ഇനി? എന്തൊരു സന്തോഷം നിക്ക. ഇത് കൂടുതലെന്തോ അല്ല നേരത്തെ ബർത്ത്ഡേ കഴിഞ്ഞു. ഈ ഡ്രസ്സില്ലേ എന്റെ ഫ്രണ്ട് ഐറിസ് ഇല്ലേ, അവളെ എനിക്ക് ബർത്ത്ഡേക്ക് തന്നതാ. നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഐറിസോ? ആ നമ്മുടെ ഐറിസ് കുട്ടി. ഓ പിന്നെ ഈ മാല നമ്മുടെ തപസി കുട്ടിയാ തന്നത്. ഓ ഗിഫ്റ്റ്. മൊത്തത്തില് ഫ്രണ്ട്സ് എല്ലാരും ഒരു എന്താ പറയാ, ഒരു കുടുംബം പോലെ ജീവിക്കുക അല്ലേ? ഹാപ്പിയാണോ? പോവാൻ നോക്ക്. പിന്നില്ലേ ഒരാൾ എന്നെ പറ്റിച്ചു. കംപ്ലൈന്റ് ഉണ്ട്. ഇവിടെയുള്ള കുട്ടികളാണോ? കുട്ടിയല്ല, ആ വിഷ്ണു. ആ എന്താന്നറിയോ, ഇതെന്താ വിഷ്ണുമാമന് ഡെയിലി കംപ്ലൈന്റ്? 5 വർഷം മുമ്പ് മേടിച്ച എന്റെ അമ്മന്റെ ഫോൺ അടിച്ചോണ്ട് പോയോ? അല്ല, അത് കേക്ക് മുറിക്കുമ്പോ
വിഷ്ണുവിന്റെ കയ്യില് അതുണ്ടായി. കൊടുത്തു. എന്നിട്ട് അത് തിരിച്ച് എനിക്ക് തന്നത്. ഗിഫ്റ്റ് ആന്ന് പറഞ്ഞ് കൊച്ചിന് തിരിച്ചു കൊടുത്തു. കൊച്ചിനെ പറ്റിച്ച് വിഷ്ണു എവിടെ? വിഷ്ണുമാമൻ, വിഷ്ണുമാമൻ. എവിടെ വിഷ്ണു? വിഷ്ണുമാമൻ ഈ കണ്ടപ്പോഴേ ഓടി. വിഷ്ണുമാമന് കംപ്ലൈന്റ് തീർന്ന നേരില്ലല്ലോ കുട്ടികളെല്ലാരും ല്ലേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എല്ലാ പിള്ളേരും. വിഷ്ണുമാമന് ഓടി മോളെ. അതെ. അമ്മയ്ക്ക് പഴം കൊടുത്തിട്ട് അതൊക്കെ ശരിയായോ? അത് ശരിയാ, ചാട്ടി നിർത്തി. പിച്ചു വല്ലതും ഉണ്ടോ? പിച്ചേ. ഇപ്പൊ പിച്ചാണ് അങ്കിളുടെ എന്നിട്ട് മുഖം. ഞാനിപ്പൊ എന്താന്നറിയാം അമ്മേനോട് തമാശ പറയുന്നേ, ആ, മിണ്ടാണ്ട് പോയിട്ട് നഖം മുറിച്ചോ. ഇനി ഒന്നും ചെയ്യത്തില്ല കേട്ടോ മോളെ. ആ. എന്നാ പോവാം. ടാറ്റാ. കള്ളം